നമസ്കാരം. ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർ കവാസ് കുമാർ. ഇപ്പോൾ ഏതാനും ദിവസങ്ങളായിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജുകൾ കൂടി അയക്കുന്നൊരു ന്യൂസാണ്. അച്ഛൻ്റെ സ്നേഹം. ഈ പുള്ളിക്കാരൻ ഒരു കണ്ടക്ടറാണ്. അച്ഛൻ്റെ സ്നേഹം തോറ്റ ദിവസം കുമിളിയെ കണ്ണീരിലാഴ്ത്തി രജീഷിൻ്റെ വിയോഗം എന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ ഭാര്യയെ ഞാൻ മുൻപ് എത്രയോ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. സ്വന്തം ഭാര്യയെ സ്വന്തമെന്ന് കണക്ക് കൂട്ടരുത്, അവളെ അമിതമായിട്ട് സ്നേഹിക്കരുത്, ഒരു പെണ്ണിനെയും അമിതമായിട്ട് സ്നേഹിക്കരുത് എന്ന് എത്രയോ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ എന്നെ തെറി വിളിക്കുകയും മറ്റ് അനാവശ്യ വാക്കുകൾ പറയും. പിന്നെ ആരെ സ്നേഹിക്കണം, ആരെ വിശ്വസിക്കണം എന്ന് ചോദിക്കുന്ന പ്രവാസികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കുള്ള മറുപടിയാണിത്. ഇദ്ദേഹം ചെയ്തൊരു കയ്യബദ്ധം എന്ന് പറഞ്ഞാൽ, സ്വന്തം ഭാര്യയെ ജോലിക്ക് വേണ്ടിയിട്ട് വിദേശ രാജ്യത്തേക്ക് അയച്ചു. വിദേശ രാജ്യങ്ങളിലൊന്ന് പോയിട്ട് ഒരു ജോലിക്ക് വേണ്ടി എവിടെ അയച്ചാലും ആ പെണ്ണിനെ തിരിച്ചു കിട്ടില്ല, ഈ ഭർത്താവിന് സ്വന്തമെന്ന് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പല ചാനൽ ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുരുഷന്മാരത് കേൾക്കാൻ തയ്യാറില്ല. കാര്യം പുരുഷന്മാർ മണ്ടന്മാരാണ്, ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. ഏതെങ്കിലും ഒരു പെണ്ണിനെ ഗൾഫിലോട്ട് വിട്ടാൽ അല്ലെങ്കിൽ വേറൊരു ജോലിയിൽ വിട്ടാൽ അവൾ വേറൊരു പുരുഷ ബന്ധം സ്ഥാപിക്കില്ല എന്ന് എത്ര ആണുങ്ങൾക്ക് ചങ്കറപ്പട പറയാൻ പറ്റും? ഞാൻ പറയാൻ പറ്റില്ല. 99% പറയാൻ പറ്റില്ല. എന്നാൽ ഇവിടെ സംഭവിച്ചത് ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നവരോട് പറഞ്ഞു, പുറത്തു നിങ്ങൾ പറഞ്ഞു വിട്ടോ, പിന്നെ അത് മറന്നേക്കാൻ പറയും. ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, പൊന്നുപോലെ 8 വർഷം വളർത്തിയ മകനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം. പല പുരുഷന്മാരും ഇന്ന് കരഞ്ഞുകൊണ്ട് ഫാമിലി കോർട്ടിൽ കിടന്ന് നിരങ്ങുന്നതിൻ്റെ കാര്യം എന്താ? സ്വന്തം കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ പ്രവാസിയായിട്ട് എന്ന് വെച്ചാൽ പ്രവാസ ജീവിതം നയിക്കുവാൻ വേണ്ടി ഒരു പെണ്ണിനെ അയച്ചാൽ അത് ആണുങ്ങൾ പോകുന്നത് പോലെ എന്നാണ് ഈ വീട്ടിൽ വിചാരിച്ചത്. കാര്യം ഇപ്പോൾ ആണുങ്ങളെ ഞാൻ കുറ്റം പറയുവാൻ വേണ്ടി പോവുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അല്പം പോലും ബുദ്ധിയില്ലാത്ത വർഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയില്ലാത്തവരായിട്ട് മാറാൻ പാടില്ല. സ്ത്രീകൾക്ക് നല്ല ഭയങ്കരമായ ബുദ്ധിയാണ്, അമിത ബുദ്ധിയാണ്, ക്രൂക്കഡ് ബുദ്ധി. ഇത് ഓരോ പുരുഷൻ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കത്തിൻ്റെ ഗുണമാണ് പുള്ളിക്കാരൻ കുമിളിയിൽ ഇദ്ദേഹം ഭാര്യയെ ഗൾഫിലേക്ക് പറഞ്ഞു വിടുകയാണ് നിസ്സാര നേട്ടത്തിന് വേണ്ടിയിട്ട്. കിട്ടിയതെന്താണ്? പൊന്നുപോലെ വളർത്തിയ 8 വർഷം അമ്മയുടെ സ്നേഹം കൊടുത്ത് വളർത്തിയ തന്തയ്ക്കിന്ന് കുഞ്ഞില്ലാതെ പോയപ്പോൾ സംഭവിച്ചതെന്താ? ആത്മഹത്യ, സ്വന്തം ജീവൻ കളയേണ്ടി വന്നു. ആ വ്യഥ എന്താണെന്ന് എനിക്കറിയാം. 3 മക്കളുള്ള അച്ഛനായിട്ടുള്ള എനിക്കറിയാൻ പറ്റും. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒരുപാട് പേര് അയച്ചിരുന്നുണ്ട്. ഇത് ചെയ്യണോ വേണ്ടതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വേദന മനസ്സിലാക്കി. അയാൾക്കെന്തേ ഇവിടെ മെൻസ് അസോസിയേഷൻ ഒരു സംഘടനയുള്ളത് അറിയില്ല. ഇന്ന് തന്നെ ഒരു നിതിനെന്നോ അങ്ങനെ എന്തോ ഒരു യുവാവ് എന്നെ വിളിച്ചിരുന്നു തൃശ്ശൂരിൽ നിന്ന്. അയാൾ എന്നോട് മുൻപെപ്പോഴോ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം കേസ് നടത്തി, ഫാമിലി കോർട്ടിൽ കേസ് നടത്തി 30 ലക്ഷം രൂപ സ്വന്തം ഭാര്യയ്ക്ക് കൊടുത്തു. ഒരു മകനെയും കൂടി, മകന് വേണ്ടിയിട്ട് 30 ലക്ഷം രൂപ കൊടുക്കുകയാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ മന്ത്ലി 20,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തു. ഈ പൊട്ടനോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം ഇതിൻ്റെ കാരണക്കാരൻ നിൻ്റെ വക്കീൽ തന്നെ ആയിരിക്കും, വേറെ ആരുമല്ല. നിൻ്റെ വക്കീലായിരിക്കും എൻ്റെ കാരണക്കാരൻ. സ്വന്തം നമ്മൾ കാശ് കൊടുത്ത് തന്ന വക്കീലിനെ വിശ്വസിക്കുന്നവനാണ് ഏറ്റവും വലിയ ഫ്രോഡ്. സ്വന്തം ഭാര്യയെ വിശ്വസിക്കുന്നവനാണ് ഏറ്റവും വലിയ ഫ്രോഡ്. സ്വന്തം മക്കളെയും വിശ്വസിക്കാൻ പാടില്ല, ആരെയും വിശ്വസിക്കാൻ പാടില്ല. ആ കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇത് മനസ്സിലാക്കണം ഓരോരുത്തരും. ഇത് മനസ്സിലാക്കത്തൻ്റെ ഭവിഷ്യത്തുകളാണ് ഈ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതും തൂങ്ങി മരിക്കേണ്ടി വരുന്നതും തെരുവിൽ കിടന്ന് മദ്യപിച്ച് ഒരു കയറിക്കിടക്കാൻ ഒരു ബെഡ് പോലും ഇല്ലാത്തൊരവസ്ഥ പുരുഷന്മാർക്കുണ്ടാവുന്നത്. ഇത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? മെൻസ് അസോസിയേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തിക്കാൻ ശക്തമായിട്ടൊരാളുണ്ട്. സമരങ്ങളിൽ കൂടിയല്ലാതെ ഒരു വിജയം ഇന്നുവരെ കണ്ടിട്ടില്ല. ഒരു മേഖലയിൽ സമരങ്ങൾ നടത്തുവാൻ വേണ്ടി കൂടെ നിൽക്കണം. അതിന് തയ്യാറായിട്ട് വന്നാലല്ലാതെ ഇതിന്
പരിഹാരം കാണാൻ പറ്റില്ല. വേറെ ഏതോ ഒരു പുരുഷ സംഘം എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതാരാണെന്നുള്ളത് എനിക്കറിയാം. മുൻകാലത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഇതിൽ നേട്ടം കൈപ്പറ്റാൻ വന്ന ആളാണ്. അവസാനം ഉടായ്പ് കാണിച്ചതുകൊണ്ട് പുറത്താക്കിയ ആളുമാണ്. ഇദ്ദേഹത്തിൻ്റെ മുഖമൊന്നും ഒരിക്കലും കാണിക്കില്ല. അദ്ദേഹം പറയും കൊല്ലം ജില്ലയും പത്തനംതിട്ട ജില്ലയും എന്നുള്ള മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ ഇവരുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് ഒരു ഉടായ്പും നടക്കില്ല, ഒന്നും നടക്കില്ല. മൊത്തം ഉടായ്പിലോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശക്തമായിട്ട് കൂടെ നിന്നാൽ വിജയിപ്പിക്കാൻ ഒരു സംഘടനയുണ്ട്, അതിന് തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയും ഉണ്ടെന്നുള്ള കാര്യം മറന്നുകൊണ്ട. മറ്റുള്ള ഏത് സംഘടന വിജയിപ്പിക്കുന്നതിനേക്കാളും ഏതൊരു വിഷയം വിജയിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ പുരുഷന്മാരുടെ പ്രശ്നം ഒരാളും കൈ കൊടുക്കില്ല. ആദ്യം മനസ്സിലാക്കണം. അത് കോടതിയായാലും പോലീസായാലും രാഷ്ട്രീയക്കാരായാലും നമ്മുടെ നേതാക്കന്മാർ ഏത് തലപ്പത്തായാലും ഇത് മനസ്സിലാക്കി കൂടെ നിന്നാൽ നമുക്ക് വിജയിക്കാം. അപ്പോൾ എല്ലാവരെയും പേജ് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.